നമ്മൾ ഈ മൃതസഞ്ജീവനി പോലെയുള്ള ആരോഗ്യ പദ്ധതികൾ ഇപ്പോൾ ധാരാളം സുതാര്യമായിട്ടുണ്ട് ഇപ്പം അല്ലേ? ശരിക്കും എന്തൊക്കെ നടപടികളാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലത്തിൽ ഇതിനു വേണ്ടി സ്വീകരിച്ചത്? മൃതസഞ്ജീവനി എന്ന് പറയുമ്പോൾ നമ്മുടെ മരണാനന്തര അവയവദാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ മൃതസഞ്ജീവനി എന്തുകൊണ്ടത് പ്രധാനപ്പെട്ടാണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളുടെ ഹെൽത്ത് ഇൻഡീസസ് എല്ലാം നല്ലതാണ്. നമ്മളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ളവർ. സ്ത്രീകൾക്ക് 80 വയസ്സിനടുത്താണ്, പുരുഷന്മാർക്ക് 76+ ആണ്. അപ്പോൾ എവിടെ നിന്നാണ് നമ്മൾ തുടങ്ങി? കേരളം രൂപീകരിക്കുമ്പോൾ ഒരു 40s നമ്മുടെ ആവറേജ് ലൈഫ് എക്സ്പെക്റ്റൻസി. അവിടെ നിന്നാണ് നമ്മൾ ഇവിടേക്ക് എത്തിയത്. നമ്മുടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ഈസ് വെരി ഗുഡ്. ശിശുമരണ നിരക്ക് അമേരിക്കൻ ഐക്യനാടുകളുടെ 5.6 ആണ്. അതായത് 1000 കുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ എത്ര കുഞ്ഞുങ്ങൾ മരിക്കുന്നു, 1 വയസ്സിന് താഴെയുള്ളവരുടെ കണക്കാണ് ഇൻഫൻറ്റ് മോർട്ടാലിറ്റി. അപ്പോൾ അത് US-ൻ്റേത് 5.6 ആണ്, കേരളത്തിൻ്റേത് 5 ആണ്. എന്ന് വെച്ചാൽ നമ്മുടേത് ബെറ്റർ ആയിട്ടുള്ള ഇതാണ് എന്നുള്ളതാണ്. 10 വർഷം മുമ്പ് നമ്മൾ തുടങ്ങിയത് 12 ആയിരുന്നു, 2016. അവിടെ നിന്നാണ് ഇപ്പോൾ നമ്മൾ 5 ആയത്. നിയോനേറ്റൽ മോർട്ടാലിറ്റി ഇന്ത്യയിൽ ഏറ്റവും ബെസ്റ്റ് നമ്മുടേതാണ്. നമ്മളുടെ ഇപ്പോൾ 3-നും 4-നും ഇടയിലാണ് നമ്മുടേത്. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, പക്ഷെ നമ്മൾ നേരിടുന്നൊരു ചാലഞ്ചുണ്ട്. ആ ചാലഞ്ച് എന്ന് പറയുമ്പോൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ ചാലഞ്ചാണ്. ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, ഹൃദ്രോഗം, ക്യാൻസർ. അപ്പം ഈ കുറേ നാൾ ഡയബറ്റിക്കൊക്കെ ആയിരിക്കുന്നവർക്ക് മറ്റു പ്രശ്നങ്ങളും ഉണ്ടാകും. ഇൻറ്റേർണൽ ഓർഗൻസിന് പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടാവും. ഇപ്പോൾ എന്താണ് ട്രാൻസ്പ്ലാന്റേഷൻ ആവശ്യമായിട്ട് വരും. ട്രാൻസ്പ്ലാന്റേഷൻ ഒന്ന് കോംപ്ലിക്കേറ്റഡ് സർജറിയാണ്, 2 ഭയങ്കര എക്സ്പെൻസീവാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആക്സസിബിലിറ്റി ടു ട്രീറ്റ്മെൻറ്റിൽ ഇതും പെടുന്നുണ്ട്. നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ ഇപ്പോൾ എല്ലാ ട്രാൻസ്പ്ലാന്റേഷനും നടക്കുന്നുണ്ട്. ഒരു ട്രാൻസ്പ്ലാന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടി നമ്മൾ സ്ഥാപിക്കാനായിട്ട് പോകുന്നു. അപ്പം മൃതസഞ്ജീവനി എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഒരു ഘട്ടത്തിൽ ഇപ്പോൾ കേരളത്തിൽ നമ്മൾ കുറച്ച് ഇപ്പോൾ 1.5 വർഷമോ 2 വർഷമായിട്ടുള്ളൂ ഇത് നമ്മളൊന്ന് ലീഗലി ഇത് കെട്ടുപാടുകളിൽ നിന്ന് നമ്മളൊന്ന് ലീഗൽ കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. അതായത് ഒരു മരണാനന്തര അവയവദാനത്തെക്കുറിച്ച് തെറ്റായിട്ടുള്ള ധാരണകൾ പരത്തുന്നതിന് വേണ്ടിയിട്ട് കുറേ പേര് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഈ ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യുന്ന ഡോക്ടേഴ്സിനെതിരെ അവർ കേസിൽ കൊടുക്കുന്ന നിലയിലേക്ക് പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ അവയവം ആവശ്യമുള്ള ഒരുപക്ഷെ മരണമടയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ബ്രെയിൻ ഡെത്തായിട്ട് മരണമടയുന്ന ആളുകൾക്ക് അവർക്ക് മരണാനന്തര അവയവദാനം നടത്താൻ ബന്ധുക്കൾക്ക് താല്പര്യമുണ്ടെങ്കിലും നടത്താൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ കോടതികൾ അതിൽ വളരെ നീതിപൂർവമായിട്ടുള്ളൊരു വിധി പ്രസ്താവിച്ചു. അതിൽ അനുകൂലമായിട്ട് മരണാനന്തര അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കോടതിയുടെ വിധികളുണ്ടായി. അപ്പോൾ മൃതസഞ്ജീവനി എന്ന് പറയുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ രൂപീകരിക്കുന്നത്. അതായത് ട്രാൻസ്പെറൻ്റ് ആക്കി, ഒരാൾ ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ തീരുമാനിച്ചാൽ അതിൻ്റെ പ്രോസസ്സുകൾ, മറ്റെല്ലാ കാര്യങ്ങളും, അതുപോലെ ലീഗലി സർട്ടിഫൈ ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവ നമ്മളത് ട്രാൻസ്പെറൻ്റ് ആക്കുകയും അതോടൊപ്പം തന്നെ ആർക്കും ഇത് പരിശോധിക്കുന്ന നിലയിലേക്ക് അത് വരികയും ചെയ്തു. അപ്പോൾ അതിൻ്റെ ഒരു വലിയ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഒരു കുഞ്ഞുമകൾ, നമ്മുടെ 10 വയസ്സുള്ള മകൾ ഉൾപ്പെടെ ഒരു കുടുംബം നമ്മുടെ മല്ലപ്പള്ളിയിലുള്ള ആ ഒരു ഇൻസിഡൻറ്റ്, അവരുടെ ആ ഒരു നഷ്ടത്തെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ലോസ് ഈസ് ലോസ്. പക്ഷെ ആ ഒരു ലോസിൽ അവർ ആ ഒരു അവയവം ദാനം ചെയ്യാം എന്നുള്ള എടുത്ത തീരുമാനവും ആ തീരുമാനത്തെ കൂടുതൽ ആളുകളിലേക്ക് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇനി അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ അവയവദാനം എന്നുള്ള സംഭവത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഗവൺമെൻറ് ചെയ്തൊരു കാര്യം ഭയങ്കരമായിട്ട്, കാരണം അവർക്ക് ആ ഒരു ബഹുമതിയോടുള്ള ആ ഒരു യാത്രയയപ്പ് കൊടുത്തതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അതെന്തായാലും ഭയങ്കര ഒരു അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. തീർച്ചയായിട്ടും. കാരണം ആ ഒരു ഈ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങളുടെ പ്രത്യേകിച്ചും മരണം എന്നൊക്കെ പറയുമ്പോൾ, അതെ, പക്ഷെ ഞാൻ കണ്ടു ആ വൈകാരികമാണ്, വളരെ ഇമോഷണലി അവർ കൈകൾ കോർത്തു പിടിച്ചാണ് ആ കുഞ്ഞുമകളുടെ അച്ഛനും അമ്മയും അവരാ ഒരു ഡിസിഷനിലേക്ക് എത്തിയതും. പിന്നീട് ആ ഒരു നിമിഷങ്ങളെല്ലാം ഒരിക്കലും ഹൃദയത്തിൽ മാറുന്നതല്ല. ഈ പറഞ്ഞതുപോലെ ലോകത്തിന് മുന്നിലൊരു വലിയ മാതൃകയല്ലേ. ലോകം ഇത് കണ്ടു. ഇതേ ഒരു കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ കുഞ്ഞവയവങ്ങൾ മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് നൽകാൻ വേണ്ടിയിട്ട് ആ അച്ഛനും അമ്മയും എടുത്ത തീരുമാനം, അത്